ആദ്യം തന്നെ ഹാപ്പി വിഷു. ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും വിചാരിക്കും ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അതിനുള്ള കഴിവ് എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്താ, വിഷുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റായി. ഇതാണ് നമ്മുടെ വിഷുക്കണി. അങ്ങനെ വിഷുക്കണി കണ്ടു. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്നും കണി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിഷു കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് കുറച്ച് മടി ഉണ്ടെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇപ്രാവശ്യത്തെ വിഷു കുറച്ച് സ്പെഷ്യലാണ്. ഈ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളിടയിലേക്ക് ഒരു കുഞ്ഞു ഭാവം കൂടെ വന്നിട്ടുണ്ട്. പാവട്ടോ ഉറങ്ങിയിട്ടാണ് കണി കാണുന്നത്. പിന്നെ കുറച്ച് നേരം പോത്തിരിയും മേശപ്പൊക്കെ കത്തിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടോ. പടക്കത്തുനിന്ന് വരുന്ന പുകയും പിന്നെ അതിൻ്റെ സൗണ്ടൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എൻ്റെ കുട്ടീൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഹാപ്പി വിഷു. ഇങ്ങനെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. പിന്നെ ടാറിൻ്റെ ഫ്രണ്ട്സിനും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞോടൊപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മകളുള്ളൊരു വിഷു കോടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുത്ത് ഇനി ആദ്യത്തെ വിഷു കൈനീട്ടങ്ങൾ മേടിക്കാൻ പോവാണ് ഞങ്ങൾ. എന്നിട്ട് നോക്കണത് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കണി കാണാനൊക്കെ ഒന്ന് എണീറ്റപ്പോൾ അവളുടെ ഉറക്കം നന്നായിട്ട് ശരിയായില്ല കേട്ടോ. അതുകൊണ്ട് ഉറക്കം തൂങ്ങിയിട്ടാണ് വിഷു കൈനീട്ടൊക്കെ മേടിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ വിഷു വിഭവങ്ങൾ. ഒരു നോൺ ഐറ്റം എന്തായാലും വിഷുവിന് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വിഷുവിനും ടാറ്റിൻ്റെ ഫ്രണ്ടാണ് ബാബുവാക്കിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് വിഷുവിന് വേറൊരു ഇൻവിറ്റേഷനും കൂടി ഉണ്ട്. അത് വയനാട്ടിലെത്തണം. കുഞ്ഞാവ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഉണർന്നത്. അവർ വരുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞാവയ്ക്ക് ഇതാ ഈ ഒരു നല്ല ഭംഗിയുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ജംപ് സ്യൂട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി കൂടെ വലുതായിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ളൊരു ബോയും പിന്നെ ഒരു അടിപൊളി നല്ല ക്യൂട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷൂസാണ് കേട്ടോ. ഷൂ ആണെങ്കിലും സ്റ്റിഫായിട്ടുള്ളതല്ല, സോക്സ് പോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള സോക്സാണ്, ഷൂ ആണ്. അപ്പോൾ അതെന്താ അവർക്ക് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ ഒരു ലേസും ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അത് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് കൊണ്ടുവന്നത് നട്ട്സും ഡേറ്റ്സും ഒക്കെയാണ്. പിന്നെ ഇതൊക്കെ കഴിച്ച് നല്ല ഉഷാറാവണമെന്ന് താത്ത പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സ്നേഹത്തോടെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ വീഡിയോ എടുക്കാണ്ട് വന്ന് വിളമ്പാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളമ്പാൻ പോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നല്ല ഭംഗിയിൽ സെർവ് ചെയ്യാനും എല്ലാവരും നല്ലപോലെ ട്രീറ്റ് ചെയ്യാനും. അങ്ങനെ ഞാനും ടാട്ടനും കൂടി കറികളൊക്കെ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ, അവിയൽ, എലിശ്ശേരി, ഓലൻ, ക്യാബേജ് ഉപ്പേരി, പിന്നെ മാമ്പഴ പുളിശ്ശേരി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ അച്ചാർ, പുളിയിഞ്ചി, പിന്നെ ചിക്കൻ റോസ്റ്റും. അങ്ങനെ ഇത് നമ്മുടെ ഗസ്റ്റിന് ആദ്യം വിളമ്പി കൊടുത്തു. അങ്ങനെ അവർ കഴിച്ച് അവരെ യാത്രയാക്കിയിട്ടാണ് നമ്മൾ പിന്നെ കഴിക്കാനൊക്കെ ഇരുന്നത്. പിന്നെ പായസം അവൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റിയില്ല. പകരം നമ്മളിതേ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോണ വഴിക്കോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.